കള്ളം പറയാനും വേണം ഒരു പ്രത്യേക കഴിവ്. പുറത്തിറങ്ങിയില്ല എന്നല്ല, പ്രിൻസിന്റെ ദേഹത്തേക്ക് ചവിട്ടുകയും ചെയ്തു. ഈ ഓഫീസർ പറയുമ്പോൾ ആണെങ്കിൽ ചെളിയായി കിടക്കുന്ന ഗ്രൗണ്ടിൽ നടന്നപ്പോൾ ആ ചെക്കന്റെ ഷൂല് ഡെഫിനറ്റ്ലി ചെളിയായി കാണുമല്ലോ. സോ ഉറപ്പായിട്ടും പ്രിൻസ് എന്ന് പറയുന്ന പോലീസുകാരനെ ചവിട്ടിയാൽ ഡ്രസ്സിലെ ചെളി കൊണ്ടുള്ള ഡീപ്പ് ആൻഡ് വിസിബിൾ ഫുട് പ്രിന്റും വരും. അപ്പോൾ ഡ്രസ്സിൽ യൂണിഫോമിൽ കറക്റ്റ് ഫുട് പ്രിന്റ് കാണാം. എന്തായാലും സാറിന് കാണാൻ പറ്റുന്ന ഫുട് പ്രിന്റ് നമ്മൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റാത്തത് എന്തായാലും AI-ന് കാണാൻ പറ്റുമല്ലോ. ലെറ്റ്സ് ഡു ഇറ്റ്. ആദ്യം നമുക്ക് വിസിബിൾ ആയിട്ടുള്ള എല്ലാ ഫോട്ടോസും എടുത്തിട്ട് ChatGPT-യോട് ചോദിക്കാം. അങ്ങനെ AI-ന് പോലും കാണാൻ പറ്റുന്നില്ല സാർ പറഞ്ഞ ആ യൂണിഫോമിലുള്ള ഫുട് പ്രിന്റ്. സോ ബേസിക്കലി റേസിംഗ് നടത്തി എന്ന വാദം പൊളിഞ്ഞതുപോലെ ഫുട് പ്രിന്റിന്റെയും പൊളിഞ്ഞു. നെക്സ്റ്റ് പുള്ളിയുടെ വാദം എന്ന് പറയുന്നത് ഇടിച്ചിട്ടേ ഇല്ല എന്നാണ്. പോലീസ് മർദ്ദിച്ചു എന്ന് പറയുന്നത് തികച്ചും ഇല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും കാറിലെ ചെക്കൻ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തിയെ ചവിട്ടുന്ന വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് മെയ്ഡ് ഫുട് പ്രിന്റും ഇല്ലാത്ത കാരണം ആ ചെക്കൻ ആക്രമിച്ചു എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ ആണ് സർ. ബട്ട് നിങ്ങളുടെ ആ പ്രിൻസ് എന്ന് പറയുന്ന വ്യക്തി ചെക്കനെ ചവിട്ടുന്നതും ഇടിക്കുന്നതും നല്ല ക്ലിയർ ആയിട്ട് കാണാം സർ. പിന്നെ പണ്ടൊക്കെ ഈ കൊച്ചു പിള്ളേർ സ്വയം വന്ന് വീണിട്ട് ചമ്മൽ മാറ്റാനായിട്ട് അടുത്തുള്ളവരൊക്കെ അടിച്ചിട്ട് ഓടാറില്ല, അതുപോലെയാണ് താങ്കളും സ്വയം വന്ന് വീണിട്ട് എണീറ്റിട്ട് അവന് ഒരു ആവശ്യമില്ലാതെ ഇടിച്ചത്. എന്നിട്ടും എങ്ങനെയാണ് സാർ ഇത്രയും വലിയ കള്ളം ഇത്രയും നിസ്സാരമായിട്ട് ജനങ്ങളോട് പറയാൻ പറ്റുന്നത്? ഇല്ലാത്തൊരു കാര്യമാണ്. എന്തായാലും പറയുന്നതെല്ലാം കള്ളമാണെന്ന് അറിഞ്ഞിട്ടും അത് കേൾക്കാനായിട്ട് നല്ല രസമുണ്ട് സാർ.